Good evening, all of you. Good evening. Good evening, sir. Thank you, Shahida madam. Thank you. Nice introduction. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അറിയാൻ പറ്റും, ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഞാൻ നിങ്ങളേവരെയും ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാൻ പറ്റും, ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ ദിവസവും വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് നീങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് അതിനുള്ളൊരു ശാശ്വത പരിഹാരം നൽകുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ലൈഡിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ. പേര് അബ്ദുൾ റസാഖ്. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. വെൽനസ് അഡ്വൈസർ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, WHO പറയുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലൂടെയാണ്, നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവിലൂടെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസിലൂടെയാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. സ്ട്രെസ് കാരണം കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 5 കാരണങ്ങൾ കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് എങ്കിൽ ആ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടോ? എങ്ങനെയാണ് ഭക്ഷണത്തിലൂടെ വരുന്നത്? ഹാംഫുൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഹൈലി ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്ന സമയത്തും ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് റേഡിയേഷൻ മൂലം നമുക്ക് വരുന്നത് 4 ടൈപ്പ് റേഡിയേഷൻ ആണ്. ഇതിലൂടെയും ജീവിതശൈലി രോഗങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മളുടെ സാമ്പത്തിക മേഖലയിലേക്കും നമ്മുടെ എഡ്യൂക്കേഷണൽ മേഖലയിലേക്കും പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഉണ്ടാകുന്ന ബിസിനസ് സ്ട്രെസ്സും ഫിനാൻഷ്യൽ സ്ട്രെസ്സും, ഈ സ്ട്രെസ് കാരണങ്ങൾ കൊണ്ടും ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഏതൊക്കെയാണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന രോഗം നമുക്കറിയാം, കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. ഇത് ഏകദേശം 1500ഓളം ആളുകൾ ഓരോ ദിവസവും ഇത് കാരണം കൊണ്ട് മരിച്ചു പോകുന്നുണ്ട് ഇന്ത്യയിൽ മാത്രം. ഡയബറ്റീസ് കാരണം കൊണ്ട് ഏറ്റവും കൂടുതൽ 80% ആളുകൾ കാർഡിയോ വാസ്കുലർ ഡിസീസും കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരിച്ചു പോകുന്നുണ്ട്. സ്ട്രോക്ക് സംഭവിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ക്യാൻസർ, 14 ടൈപ്പ് ക്യാൻസർ ഉണ്ട്. ക്യാൻസറിലൂടെ ഒരുപാട് ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നുണ്ട്. ഡിപ്രഷൻ ഉണ്ട്, പൾമണറി ഡിസീസ് ഉണ്ട്, ഒബേസിറ്റി ഉണ്ട്. ഈ 7 രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളായിട്ട് WHO പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ എല്ലാം തന്നെ സംസാരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കോഫിയിലൂടെ എങ്ങനെ പ്രമേഹം നിയന്ത്രിക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ കോഫിയിലൂടെ നമ്മൾ പ്രമേഹം നിയന്ത്രിക്കുന്ന സമയത്ത് ഇവിടെ ഡയബറ്റീസ് എന്താണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഡയബറ്റീസ് നമ്മളെല്ലാവരും നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിച്ചു, അല്ലെ? സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിച്ചു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡയബറ്റീസ് ഫ്രം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ ഭരിച്ച സമയത്ത് നമ്മളുടെ തലമുറകൾക്ക് മുന്നിലുള്ള തലമുറകളൊക്കെ വളരെ അധിക കാലം അവര് പട്ടിണി കിടന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവരുടെ ജീനിലുണ്ടായ വലിയ വലിയ മാറ്റങ്ങൾ പിന്നീട് ഡയബറ്റിക് രോഗികളെയും മറ്റു ജീവിതശൈലി രോഗങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയുന്ന കണക്കല്ല. പുതിയ പഠനങ്ങൾ, അമേരിക്കയിൽ നിന്ന് പഠനങ്ങൾ പുറത്തു വരികയാണ്. ഡോക്ടർ മുബീൻ സായിക് എന്ന് പറയുന്ന ഡോക്ടറിന്റെ പുതിയ ഗവേഷണത്തിലൂടെ വന്നിരിക്കുകയാണ്. അമേരിക്കയിലെ പുതിയൊരു റിസർച്ചാണ് ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ രോഗികൾ ഉണ്ടാകാൻ കാരണം എന്താണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ റിസർച്ചുകൾ ഉണ്ടാകുമ്പോൾ ജീവിതശൈലി രോഗം ചെറുതല്ല, അത് നന്നായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, വാട്ട് ഈസ് ഡയബറ്റീസ്? എന്താണ് ഡയബറ്റീസ്? ഡയബറ്റീസ് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, വാട്ട് ഈസ് ഡയബറ്റീസ്? എന്താണ് ഡയബറ്റീസ്? അറിയുന്നവർക്ക് കമന്റ് ബോക്സിൽ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, കമന്റ് ബോക്സിൽ ചെയ്യാം. എന്താണ് ഡയബറ്റീസ്? ഡയബറ്റീസ് എന്ന് പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഡയബറ്റീസ് കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടി പോകുന്നുണ്ട്.
ചില ആളുകൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകുന്നുണ്ട്, ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷുഗർ ഷൂട്ട് ചെയ്തും പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഡയബറ്റീസ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡയബറ്റീസ്? ഡയബറ്റീസ് മെലിറ്റസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്. ഇതൊരു കൂട്ടം രോഗങ്ങളാണ്. ഇവിടെ പറയുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ചു വരുമ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷനോ ഇൻസുലിന്റെ ആക്ഷനോ ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും ഒരു അഭാവം കൊണ്ട് വരുന്നതാണ് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ ഡയബറ്റീസ് നമ്മൾ മനുഷ്യന്റെ ശരീരത്തിൽ ദീർഘകാലം ഡയബറ്റീസുമായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും. മനുഷ്യന്റെ ശരീരത്തിന്റെ മെറ്റബോളിസം ഡിസോർഡർ ആകും. നമ്മളുടെ മെറ്റബോളിസം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് ശക്തി ഉണ്ടാകുള്ളൂ. ബ്രെയിനിന് ശക്തി ഉണ്ടെങ്കിൽ ആ ശരീരത്തിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അത് ഹാർട്ടിന് ശക്തി ഉണ്ടാകുള്ളൂ. കിഡ്നിക്കും ലിവറിനും ഒക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോ ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ നോക്കാം. ഇത് ഡയബറ്റീസ് എഫക്ട് ചെയ്തിട്ട് ലോങ് ടൈം ഡാമേജസ് ഉണ്ടാക്കും. ദീർഘകാലത്തേക്ക് മനുഷ്യന്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ലോങ് ടൈം ഡാമേജസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ലോങ് ടൈം ഡാമേജ് ഉണ്ടാക്കുന്ന ഈ ഒരു അസുഖത്തിന് എന്തിനെയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്? ഇവിടെ വരുന്ന സമയത്ത് ഡയബറ്റീസിനെ പറ്റിയിട്ട് 2-3 ടൈപ്പ് ഡയബറ്റീസ് പരിചയപ്പെടുത്തുന്നുണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 ചെറിയ കുട്ടികളിൽ കാണുന്നു. ടൈപ്പ് 2 എന്ന് പറയുന്നത് മുതിർന്നവരിൽ കാണുന്ന അസുഖമാണ്. എന്നാൽ ടൈപ്പ് 3 ഉണ്ട്, സ്ത്രീകളിൽ മാത്രം കാണുന്ന ജസ്റ്റേഷണൽ പീരീഡിൽ മാത്രം ഉണ്ടാകുന്ന ചില സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രശ്നം. ഇതിനെ നിയന്ത്രിക്കാതെ പോകുകയാണെങ്കിൽ, ലാക്ടേഷൻ പീരീഡിൽ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അത് ടൈപ്പ് 2ലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇനി ടൈപ്പ് 4 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത് എല്ലാവർക്കും ഉണ്ട് ആ അവസ്ഥ. കാരണം ഇന്ന് പുതിയ പഠനങ്ങൾ പറയുന്നത് 90% ആളുകളും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്, ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള സ്റ്റേജിലാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേജും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ നൽകുന്നത്? ഡിയർ ഫ്രണ്ട്സ്, പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളിൽ നിന്ന് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇനി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, അത് രക്തത്തിൽ പോയിട്ട് ഗ്ലൂക്കോസുമായി ബന്ധപ്പെട്ട് അത് ഗ്ലൈക്കോജൻ ആക്കാൻ സഹായിക്കുന്നില്ല. ഈ ഒരു അവസ്ഥക്കാണ് ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ജീവിതശൈലി രോഗമാണ്. ഇതിനെ മരുന്ന് കുടിച്ചിട്ടോ ഇൻസുലിൻ വെച്ചിട്ടോ മാറ്റിയെടുക്കൽ ഇമ്പോസിബിൾ ആണ്. കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും, ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണോ ഡയബറ്റീസ് ഉണ്ടായത് അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഈ അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ ഒരു കാലയളവിൽ, ഈ ഡയബറ്റീസ് ഉണ്ടായ കാലയളവിൽ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. ഈ 2 പ്രശ്നങ്ങളാണ് തുടക്കത്തിൽ വളരെ മൈന്യൂട്ടായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നാവുന്ന ചെറിയ അസുഖമായിട്ട് നമുക്ക് ശരീരത്തിലേക്ക് കടന്നു വരുന്ന, പക്ഷെ അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ബോഡിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സെക്സ്വൽ ഡിസോർഡറും അതുപോലെ തന്നെ കാഴ്ചശക്തിയുടെ ബുദ്ധിമുട്ടും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുന്നു, ഓർമ്മയില്ലാതാകുന്നു, അൾഷിമേഴ്സ് പോലത്തെ രോഗങ്ങൾ സംഭവിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത് ഒരു അമ്മ ഒരു മകനോട് പറഞ്ഞു, മകൻ എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം. മകനും അല്ലെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. ആ മനുഷ്യൻ അമ്മയെ കാറിൽ കൂട്ടി സഞ്ചരിച്ചു, എല്ലായിടത്തും പോയി അമ്മക്ക് എല്ലാം കാണിച്ചു കൊടുത്ത് തിരിച്ചു പോന്നപ്പോ അമ്മനോട് ചോദിക്കുന്നത് നീ ആരാ? അപ്പൊ അമ്മ മകനെ മറന്നുപോയി. അൾഷിമേഴ്സ് രോഗം എന്ന് പറഞ്ഞാൽ മറവി രോഗമാണ്, വരാൻ സാധ്യതയുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഈ 2 നെർവസ് സിസ്റ്റം ഡിസോർഡർ ആകും. മനുഷ്യന്റെ ശരീരത്തിലെ നാഡീ വ്യൂഹങ്ങൾക്ക് മുഴുവനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇതുണ്ടാകുന്നത് എങ്ങനെയാണ്? നാഡീ വ്യൂഹങ്ങൾ മുരിങ്ങാക്കോല് പോലെയാകും. മുരിങ്ങാക്കോല് കണ്ടിട്ടില്ലേ? ഡ്രം സ്റ്റിക്ക്. ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞുകൂടി, LDL കൊളസ്ട്രോളും കാൽസ്യവും വന്ന് അടിഞ്ഞുകൂടി ഞരമ്പുകളെല്ലാം ഡിസോർഡറിലാവും. ഈ നാഡീ വ്യൂഹങ്ങളെ ബാധിക്കും ഡയബറ്റീസ്. എന്നിട്ട് ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും ചികിത്സയുണ്ട്. ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിൽ സഡൻ വെയിറ്റ് ലോസ്, പെട്ടെന്ന് തടി കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് തടി കുറഞ്ഞു പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകള് പ്രമേഹം ഉണ്ടാകുന്ന സമയത്ത് അമിതമായ ദാഹം ഉണ്ടാകുന്നു. സാധാരണ ഒരു മനുഷ്യന്റെ ദാഹം എന്ന് പറയുന്നത് തൊണ്ടയിൽ ഉണ്ടാകുന്ന ദാഹമാണ് സാധാരണ ദാഹം. പക്ഷെ ഇവിടെ തൊണ്ടയിൽ ഉണ്ടാകുന്ന ദാഹം മാത്രമല്ല,
നാവ് വലിഞ്ഞു പോകുന്നു, പിന്നീട് വായ് ഉണങ്ങി പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ കൂടുതൽ വെള്ളം കുടിക്കാനാണ് രോഗിക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിൽ അത് അപകടമാണ്. പോളിഫാജിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ വീണ്ടും വിശക്കുക. പോളിയൂറിയ, ഇതെല്ലാം തന്നെ ഡയബറ്റീസ് കൂടുതലായതുകൊണ്ട്, ഗ്ലൂക്കോസ് കൂടുതലായതുകൊണ്ട്, ഗ്ലൂക്കോസിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതിനെ യൂറിനായിട്ടും മറ്റു വിശപ്പായിട്ടും ദാഹമായിട്ടും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കാലിൽ മുറിവുണ്ടായാൽ വൂണ്ട് ഹീലിംഗ് വളരെ സ്ലോ ആയിട്ട് നടക്കുക. ഇങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും, ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്താണ് സംഭവിക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിന് ആന്തരിക അവയവമായിട്ടുള്ള കിഡ്നിയെ നഷ്ടപ്പെടുത്തും. മറ്റു ആന്തരിക അവയവങ്ങൾ ഓരോന്നോരോന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലെ ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഹൃദയത്തിന്റെ ജോലി രക്തം പമ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം പൾസ് ചെയ്യണം. ഒരു ദിവസം 1,00,000 പ്രാവശ്യം പൾസ് ചെയ്യണം. അപ്പൊ ഒരു മനുഷ്യന്റെ ലൈഫിൽ എത്ര പ്രാവശ്യം പൾസ് ചെയ്യുന്നുണ്ടാവും? അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള റിതം, അതിന്റെ താളത്തിൽ മാറ്റം വരും. ഹൃദയത്തിന്റെ മസിൽ വീക്കാകും. ഹൃദയത്തിന്റെ രക്തധമനികളിലൂടെ ഉണ്ടാകുന്ന രക്തയോട്ടം നിലച്ചു പോകും. LDL കൊളസ്ട്രോളും പ്ലാക്കിയും ഒക്കെ വന്ന് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി ഹാർട്ട് അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാക്കും. ഡയബറ്റീസ് പേഷ്യൻസിന് 80% ആളുകളും ഓരോ ദിവസവും ഇന്ത്യയിൽ 1500 പേരിൽ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണ്. അപ്പൊ ഹാർട്ടിന്റെ കവറായിട്ടുള്ള പെരികാർഡിയത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ചികിത്സയിലേക്കാണ് എത്തുന്നത്. കാർഡിയോ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്ന CVD എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് മാറുന്നതായിരിക്കും. പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ ശരീരത്തിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന ഒരു വലിയൊരു അവസ്ഥയിലേക്ക് എത്തും മനുഷ്യൻ. നെഫ്രോളജി, മനുഷ്യന്റെ ശരീരത്തിലെ കിഡ്നിയിൽ 20 ലക്ഷം നെഫ്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ആ 20 ലക്ഷം നെഫ്രോൺസിനെയും ബാധിക്കും. മൈക്രോ ആൽബമിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം മൂത്രത്തിലൂടെ പുറന്തള്ളി മൂത്രത്തിൽ പതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ഷീണം വരും വല്ലാതെ. ശരീരത്തിൽ കിഡ്നിയിൽ ഓരോ 20 സെക്കൻഡിലും ഓരോ തുള്ളി മൂത്രമായിട്ടാണ് കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക്, യൂറിനറി ബ്ലാഡറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ യൂറിനറി ബ്ലാഡറിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട്. ദൈവം സൃഷ്ടിച്ചു വെച്ച സമയത്ത് ഒരു അളവുണ്ട്. പക്ഷെ അതില് ഫാസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വളരെ ഫാസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കാൻ പോകുന്നത് പിന്നീട് ഇതിന്റെ ഡാമേജ് ആണ്. കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകും, യൂറിനറി ബ്ലാഡറിന് ഡാമേജ് ഉണ്ടാകും, യൂറിനറി ട്യൂബിന് ഡാമേജ് ഉണ്ടാകും, ഒക്കെ ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? വന്നു കഴിഞ്ഞാൽ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു ചികിത്സയിലേക്ക്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് വളരെ ചെലവേറിയ ഒരു ചികിത്സയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? പ്രമേഹ രോഗികളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവര് രാവിലെ അരി ഭക്ഷണം തന്നെ വേണം. കേരളീയരാണ്, രാവിലെ ദോശ വേണം, പുട്ട് വേണം. ഇങ്ങനത്തെ ഒക്കെ ഭക്ഷണങ്ങളാണെങ്കിൽ, അരി ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് വർദ്ധിച്ച് അതിനെ പിന്നീട് ഫാറ്റാക്കി മാറ്റുന്നു. ഈ ഫാറ്റ് നിങ്ങൾക്ക് LDL കൊളസ്ട്രോളിലേക്കും അതുപോലെ തന്നെ ഫാറ്റി ലിവറിലേക്കും ഒക്കെ ആയിട്ട് സിറോസിസ് പോലത്തെ രോഗങ്ങൾ, മാരകമായിട്ടുള്ള രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഡയബറ്റീസിൽ നിന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഡയബറ്റീസ് ബാധിച്ചു, ഇനി ആൾ എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ചില ആളുകൾ പറയും, ഇത് നിങ്ങൾ അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കും. പക്ഷെ അവർക്കൊന്നും വ്യക്തമായ ഡയബറ്റീസിനെ പറ്റി അറിവില്ല. ഡയബറ്റീസ് എന്ന് പറയുന്നത് ശരിക്ക് ഒരാളിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. കൃത്യമായ വ്യായാമം വേണം, ശാന്തമായ ഉറക്കം വേണം, നല്ല മൈൻഡ് വേണം. നെഗറ്റീവ് അല്ലാത്ത പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റീസിനെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും, ഡയബറ്റീസ് ആണെന്ന് നിനക്ക് ഈ ഫ്രൂട്ട്സ് ഒന്നും നീ കഴിക്കണ്ട. ഗ്ലൈസീമിക് ഇൻഡെക്സ് ഡയബറ്റീസ് നോർമൽ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോർമൽ അല്ലാത്ത സമയത്ത് അബ്നോർമൽ ആയി കൂടിക്കെടുക്കാം, അല്ലെങ്കിൽ അത് കുറഞ്ഞു കിടക്കാം. ആ സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടി വരും. ഭക്ഷണം കഴിക്കുമ്പോൾ 30 ഗ്ലൈസീമിക് ഇൻഡെക്സ് 30-ന് താഴെയുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാം. നോർമൽ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, ഒരു കുഴപ്പമില്ല. സാധാരണ ആളുടെ പോലെ തന്നെ എല്ലാ ഭക്ഷണവും കഴിക്കാം, ഒരു കുഴപ്പമില്ല. നോർമൽ അല്ലാത്ത സമയത്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാൻ മറ്റുള്ള ഫ്രൂട്ട്സിലെ ഫെക്ട്രോസ് കൂടുതലാവും. അപ്പോൾ നോർമൽ അല്ലാത്ത സമയത്ത് കഴിക്കേണ്ട ഫ്രൂട്ട്സ്, ആപ്പിൾ കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, ദെൻ
പിന്നെ നിങ്ങൾക്ക് പിയർ ഫ്രൂട്ട് കഴിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ജാക്ക് ഫ്രൂട്ടും മാംഗോയും ആ സമയത്ത് കഴിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രീതി നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ വെജിറ്റബിൾ സലാഡ് കഴിക്കേണ്ടതാണ്. പ്രമേഹ രോഗികൾ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് വെജിറ്റബിൾ സലാഡ്. ഇതിൽ പ്ലാന്റ് പ്രോട്ടീൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രെയിൻസ്, ധാന്യങ്ങളാണ് കഴിക്കേണ്ടത്. അവിടെ നമ്മൾ വൈറ്റ് റൈസ് നമ്മൾ ഒഴിവാക്കണം. ഉച്ചക്ക് നമ്മൾ ചോറുണ്ടാക്കുന്ന അരിയും രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുന്ന വെള്ളപ്പം ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അതിൽ സ്റ്റാർച്ച് കൂടുതലാണ്, അന്നജമുണ്ട്. അപ്പോ 100+ ആണ് ശരിക്കും അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വരുന്നത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കും ശരീരത്തിന്. അപ്പോ അത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട്, അത് ഷുഗർ കൂടി നിൽക്കുന്ന സമയത്ത്, അത് കൺട്രോൾ അല്ലാത്ത സമയത്ത്, കൺട്രോൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ മില്ലറ്റ്സ് ആണ് കഴിക്കേണ്ടത്. ചെറുധാന്യങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. ചെറുധാന്യത്തിലും ഈ ഗ്ലൂക്കോസ് ഉണ്ട് കേട്ടോ. ഈ ഗ്ലൂക്കോസ് വളരെ സ്ലോവിലെ നിങ്ങളുടെ ബോഡിയിൽ ബ്ലഡിൽ എത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന്റെ പഠനങ്ങൾ പറയുന്നത്. പിന്നെ പ്രോട്ടീൻസ്, നമുക്ക് പ്രോട്ടീൻസ് കഴിക്കണം. നമുക്ക് നമ്മള് മത്സ്യം കഴിക്കാം, മാംസം കഴിക്കാം, മുട്ട കഴിക്കാം. ഒരു ദിവസം 2 മുതൽ 4 വരെ കോഴിമുട്ട ഒരു ദിവസം കഴിക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ മാംസം കഴിക്കണം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ഡയബറ്റീസ് പേഷ്യൻസിന്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ഒക്കെ വരേണ്ടത്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പാലല്ലാത്ത പാൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ്. രാവിലെയും ഉച്ചക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. അത് കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് നല്ല ഗുണവും ശരീരത്തിന് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഒരു പ്ലേറ്റ് എടുത്തിട്ട്, ഇവിടെ ഒരു പ്ലേറ്റിൽ പല കളറിലും നിങ്ങൾ കാണുന്നുണ്ട്, 4 പോർഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സിനെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്വാർട്ടർ പോർഷനിൽ വെക്കുക. വെജിറ്റബിളിനെ നിങ്ങൾക്ക് എന്റെ ഒരു ക്വാർട്ടർ പോർഷനിൽ വെക്കാം. ഗ്രെയിൻസും ഇതുപോലെ തന്നെ വെക്കുക. പ്രോട്ടീൻസും ഇതുപോലെ തന്നെ വെക്കുക. ഇങ്ങനെ 4 ഭാഗമാക്കിയിട്ടാണ് വെക്കേണ്ടത്. ഫ്രൂട്ട്സും കുറച്ച് മതി, പ്രോട്ടീനും കുറച്ച് മതി, ഗ്രെയിൻസ് കുറച്ച് കൂടുതലെടുത്തോ, വെജിറ്റബിൾസ് കുറച്ച് കൂടുതലെടുത്തോ. ഇങ്ങനെ നിങ്ങൾ ഒരു പ്ലേറ്റ് ആക്കിയിട്ട് കൃത്യമായിട്ട് ഡയറി ഉൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇത് എങ്ങനെ കഴിക്കണം? പ്രമേഹ രോഗിയല്ലേ, ഞാൻ ഇങ്ങനൊക്കെ ആയില്ലേ, ഞാൻ ഇനി എന്താ ചെയ്യാം, എനിക്ക് രോഗം വന്നു, ഞാൻ എനിക്ക് ആ ഒരു പഴയ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നലൊക്കെ വരും. അല്ല, നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേറ്റ് എടുക്കണം. ഏറ്റവും നല്ല ടേബിളിൽ നിങ്ങൾ ഇരിക്കണം. ഡൈനിങ് ടേബിളിൽ ഇരിക്കണം. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കണം. രുചിയും മണവും ആസ്വദിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. എന്നാൽ നിങ്ങൾക്ക് ആ ഭക്ഷണം നിങ്ങൾക്ക് എഫക്ട് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, ടെൻഷൻ നിങ്ങൾക്ക് ബോഡിയിൽ എഫക്ട് ചെയ്യും. TV കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇമോഷൻസ്, നിങ്ങളുടെ ദഹന വ്യവസ്ഥയിലൊക്കെ, ദഹന രസത്തിലൊക്കെ അത് എഫക്ട് ചെയ്യും. ഭക്ഷണത്തിലേക്ക് നോക്കി അതിന്റെ മണവും രുചിയും അറിഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണം. ഈ ഒരു രീതിയിലാണ് കഴിക്കേണ്ടത്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. എല്ലാ സമയവും ചിലപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി, ലോ ക്ലാസ് ഫാമിലിയുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ എല്ലാ സമയവും രാജകീയമായിട്ട് കഴിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു നേരമെങ്കിലും നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇഫ് യു ഫോളോ 4G യു ക്യാൻ ലൈവ് ലോങ്. നിങ്ങൾ ദീർഘകാലം ആയുസോടുകൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, വെൻ ഹംഗ്രി, നിങ്ങൾക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കൊടുക്കാം. വെൻ ടെസ്റ്റി, എപ്പോഴാണോ ദാഹമുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുടിച്ചു കൊടുക്കാം. വെൻ ടയേർഡ്, നിങ്ങൾ എപ്പോഴാണോ ക്ഷീണിച്ചു പോകുന്നത് ആ സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ 60, 50, 70 മരിച്ചു പോകുന്ന ആളുകളാണ്. ഇതിന്റെ ഡബിൾ ആയുസാണ് ജപ്പാനിലുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്നത്. അവിടുത്തെ ഒരു സീക്രട്ട് അന്വേഷിച്ചൊക്കെ എത്തുന്ന സമയത്ത് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഓഫീസുകളിൽ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഓരോ ഇന്റർവെൽ ഉണ്ടാവും. ഇന്റർവെൽ അടിച്ചു കഴിഞ്ഞാൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസർ എഴുന്നേൽക്കണം സീറ്റിൽ നിന്ന്, എന്നിട്ട് പുറത്തേക്ക് നടക്കണം. എന്നിട്ട് നടക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന വരാന്തയിലൂടെ അവര് കൈ വീശി നടക്കണം ഒരു 10 മിനിറ്റ്. എന്നിട്ട് വീണ്ടും ഇവിടെ വന്നിരിക്കണം, എന്നിട്ട് ജോലി ചെയ്യണം. 2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കും. അവർ ഇരിക്കുകയല്ല. നമ്മുടെ ഓഫീസിലും നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ രാവിലെ ഒരു 5 മണിക്ക് ഇരുന്ന് 10 മണിക്ക് ഇരുന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഓഫീസർ എഴുന്നേറ്റ് പോകുന്നത്. പ്രഷർ, പ്രമേഹം, ഡയബറ്റീസ് പോലത്തെ രോഗങ്ങൾ അതിനെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഇവർക്ക് ഇതിന്റെ ആയുസ് കൂടാൻ കാരണം ഇതാണ്. നമ്മൾ വെൻ ടയേർഡ്, എപ്പോഴാണോ ക്ഷീണിച്ചു പോകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെസ്റ്റ് എടുക്കണം. നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡയബറ്റീസ് പേഷ്യന്റോ അല്ലാത്ത ആളുകളാവട്ടെ, കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണിച്ചു പോയാൽ സാധാരണ എല്ലാവരും എന്താ ചെയ്യാ? ഒരു നല്ല കട്ടിയുള്ള ഒരു കട്ടൻ ചായ കുടിക്കും. ഇല്ലെങ്കിൽ ന്യൂജൻ ചെക്കന്മാരൊക്കെ ആണെങ്കിൽ റെഡ് ബുൾ, മോൺസ്റ്റർ, ബൈസൺ, കോദ്രേറ്റ് അടിക്കും.
എന്നിട്ട് അവൻ വീണ്ടും ഡ്രൈവ് ചെയ്യും. ഇത് ചെയ്യാൻ പാടില്ല. ക്ഷീണം ഉണ്ടാകുമ്പോൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. സ്ലീപ്പ്, രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റണം. ഒരു 8 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങുവാണെങ്കിൽ ക്ഷീ വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കലും, ക്ഷീണം ഉണ്ടാകുമ്പോൾ റെസ്റ്റ് എടുക്കലും, ദാഹമുണ്ടാകുമ്പോൾ വെള്ളം കുടിക്കലും, രാത്രിയിൽ കൃത്യമായിട്ടുള്ള ഉറക്കം, ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആയുസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് 4G എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം. 4G എന്ന് പറയുന്ന 4 ഗോൾഡൻ റൂൾസ് ആണ്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ കൂടി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അലോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകും. വർഷങ്ങളായിട്ട് അലോപ്പതി മെഡിസിൻ ഉപയോഗിക്കും. എന്റെ കണക്ക് ഞാൻ പറയുന്നുണ്ട്. ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. നാച്ചുറോപ്പതി മതി, എനിക്ക് അതൊന്നും വേണ്ട, ആയുർവേദം മതി, എനിക്ക് പാരമ്പര്യമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അടുത്തൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് കുറച്ച് കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, നമ്മൾ മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഒരു ഗുളിക കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു മാസത്തിന് കഴിക്കാൻ 500 രൂപ ചെലവുണ്ട്. സൾഫോണിലൂറിയ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഡയബറ്റീസിന് കൊടുക്കുന്നതാണ്. 1250 രൂപ വില വരും ഒരു മാസം കഴിക്കാൻ. അതർ ടാബ്ലറ്റ്സ്, മറ്റു ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു ടാബ്ലറ്റ്സിന് ഒരു 725 രൂപ വരും. ടോട്ടൽ ഒരു മാസത്തേക്ക് ഒരാൾക്ക് ഷുഗറിന് ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ട്, എന്നോട് ക്ഷമിക്കണം, ഇവിടെ മെഡിസിൻ കമ്പനിയിലുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ അതിന്റെ ഒരു കാര്യം പറയുന്നു മാത്രം. 2200 രൂപ ഒരു മാസത്തേക്ക് മരുന്ന് മാത്രം കഴിക്കാൻ ചെലവുണ്ട്. ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 15,000 രൂപ മുതൽ 25,000 രൂപ വരെ ഡയബറ്റീസിന് മാത്രം മരുന്നിന് ചെലവഴിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ടാബ്ലറ്റ്സ്, ബ്ലഡ് ടെസ്റ്റ്, മെഡിസിൻസ്, ഡോക്ടർ ഫീസ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു മനുഷ്യന്റെ 30 വർഷത്തേക്ക് ഷുഗർ ഉണ്ടായാൽ ആ 30 വർഷത്തേക്ക് വരുന്ന ചെലവ് 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ഡോക്ടേഴ്സിനെ കാണിക്കാനും മെഡിസിൻ ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള ചെലവ് വരുന്നുണ്ട്. 30 കൊല്ലത്തേക്ക് 15 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഇത് മാത്രം പോരാ, എന്നിട്ട് മരുന്ന് നിർത്തുന്നില്ല, മരിക്കുന്നവരെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡ് എഫക്ട് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വേറെയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്നത്. കണക്കുകൾ പറയുകയാണെങ്കിൽ 800 കോടി ജനങ്ങൾ ലോകത്തിന്റെ 536 മില്യൺ ആളുകൾക്ക് ഷുഗർ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 143 കോടി 80 ലക്ഷം ആളുകളിൽ 10 കോടി ജനങ്ങൾക്ക് ഷുഗർ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളം, നമ്മൾ പറയും സാക്ഷര കേരളം, സമ്പന്ന കേരളം, എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന കേരളം എന്ന് പറയും. പക്ഷെ ഇവിടെയാണ് ഏറ്റവും വഷളായിക്കൊണ്ടിരിക്കുന്നത്. 3 കോടി 54 ലക്ഷം ആളുകളിൽ 10 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഡയബറ്റീസ് ബാധിച്ചിട്ടുണ്ട്. അതിൽ ടൈപ്പ് 2 ആണ് ഏറ്റവും കൂടുതൽ വില്ലനായി വരുന്നത്. ടൈപ്പ് 1 10% ഉള്ളൂ. ടൈപ്പ് 3 എന്നത് വളരെ കുറവാണ്. ടൈപ്പ് 2 ആണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ കാലുകൾ മുറിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നതും. ബാംഗ്ലൂരിൽ എന്റെ ഒരു സഹോദരനുണ്ട്, സുഹൃത്തുണ്ട്, അദ്ദേഹം പറയാണ്, ഒരു ദിവസം 17 കാലുകളാണ് ഞങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെ പ്രയാസമേറിയ ഒരു ചികിത്സയാണ് ഡയബറ്റീസിന് വേണ്ടി ചികിത്സ ചെയ്യുക എന്നുള്ളത്. അവിടെയാണ് സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഐകോഫി എന്ന് പറയുന്ന ഒരു പാറ്റന്റഡ് പ്രോഡക്റ്റ് ആണ്. ഇതൊരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ആളുകളിൽ സുപരിചിതമായ പ്രോഡക്റ്റ് ആണ്. ഐകോഫി ബ്ലാക്ക് ഉണ്ട്, ഐകോഫി ക്രീമർ ഉണ്ട്. 2 തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഐകോഫി ബ്ലാക്കും ഐകോഫി ക്രീമറും രാവിലെ നമ്മൾ കഴിക്കുന്ന ചായയോ കോഫിയോ ബൂസ്റ്റോ ഹോർലിക്സോ ആയിക്കോട്ടെ മാറ്റി വെക്കുക. അതിന്റെ പകരമായിട്ട് ഐകോഫി ഡയബറ്റിസ് പേഷ്യൻസ് കാലത്ത് ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുന്നേ ഒരു കോഫി കുടിക്കുക, രാത്രിയിലെ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുന്നേറ്റ് ഒരു കോഫി കുടിക്കുക. ഇങ്ങനെ 120 ml വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് റെഡി മിക്സ് ചെയ്തിട്ടുള്ള പാക്കാണ് കോഫി വരുന്നത്. ഒരു പാക്കറ്റിൽ 50 സാഷേ വരുന്നുണ്ട്. 15 ഗ്രാമിന്റെ ക്രീമർ കോഫിയും 10 ഗ്രാമിന്റെ ബ്ലാക്ക് കോഫിയുമായിട്ടാണ് കമ്പനി ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ കോഫി എന്താണ്? ഈ കോഫി എങ്ങനെയാണ്? കോഫിയിൽ അടങ്ങിയിരിക്കുന്നത് എന്തായിരിക്കും? സലേഷ്യ റെറ്റിക്കുലേറ്റ, ഏകനായകം സപ്തരംഗ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആയുർവേദ സസ്യമാണിത്. സലേഷ്യ റെറ്റിക്കുലേറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ സലേറ്റ്
സാൽസിറ്റാൾ എന്ന് പറയുന്ന ഒരു പാറ്റന്റ് ആണ് ഇതിലൂടെ എടുത്തിരിക്കുന്നത് കമ്പനി. സാൽസിറ്റാൾ പാറ്റന്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ ബ്ലെൻഡഡ് സുപ്പീരിയർ ക്വാളിറ്റി കോഫി ബീൻസ് സോഴ്സ്ഡ് ഫ്രം കൂർഗ് റീജിയൻ ഓഫ് കർണാടക. കർണാടകയിലെ കൂർഗ് പ്രദേശത്ത് നിന്ന് എടുക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള അറേബിക്ക കോഫിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഏകനായകവുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതിനെ പറ്റിയിട്ട് വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനമുണ്ട്. 3000 വർഷങ്ങൾക്ക് മുമ്പ്, ആയുർവേദത്തിന്റെ കണക്ക് പറഞ്ഞാൽ BC 900-700, 3000 വർഷങ്ങൾക്ക് മുമ്പ് ചരക സംഹിതയില് ചരക മഹർഷിമാര് എഴുതി വെച്ച കാര്യമാണ്. ആയുർവേദത്തിൽ മധുമേഹ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതിന് ഏറ്റവും അത്യുത്തമം ഏകനായകത്തിന്റെ വേര് തിളപ്പിച്ച വെള്ളം കുടിക്കലായിരുന്നു അന്നത്തെ ചികിത്സ രീതി. അതിൽ നിന്ന് ആ വേരിന്റെ മോളിക്യൂളിനെ മാറ്റിയെടുത്തിട്ട് കോഫിയുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും സാൽസിറ്റാൾ എന്ന് പറയുന്ന ഒരു പാറ്റന്റ് കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ പറ്റുമോ? ചില ആളുകൾക്കുള്ള സംശയമാണ്, ഡയബറ്റീസ് ഒന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റൂല, അതൊന്നും മാറാൻ പോകുന്നില്ല, അതൊക്കെ മരിക്കുന്നവരെ കൂടെ നിൽക്കുന്ന അസുഖമാണ്. തെറ്റാണ്. ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണോ വന്നത് അതിലേക്ക് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അതർ ഇൻഗ്രീഡിയന്റ് ഓഫ് ഐകോഫി, ഐകോഫിയിലുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിന്റെ കൂടെ കാപ്പി കാച്ചു ചേർത്തിട്ടുണ്ട്, അതായത് നായ്ക്കുന്ന പരിപ്പിന്റെ എക്സ്ട്രാക്റ്റും ചേർത്തിട്ടുണ്ട്. എന്നതിന് ശേഷം എന്താണ് അവിടുത്തെ പ്രോസസ്സിംഗ് നടക്കുന്നത് നമുക്ക് നോക്കാം. കോഫി ബീൻസിൽ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിംഗിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് 40 ഡിഗ്രി സെൽഷ്യസിൽ ഇതിനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോഫി റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇതിൽ അടങ്ങിയിരിക്കുന്ന അപകടകാരിയായിട്ടുള്ള കഫീൻ കണ്ടന്റിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ്. കഫീൻ കണ്ടന്റിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയ പോലെ 100 ഡിഗ്രിയിൽ അങ്ങോട്ട് വർത്താൻ പോരെ? പറ്റില്ല. അവിടെ സംഭവിക്കുന്നത് എന്താണ്? വളരെ ഫാസ്റ്റ് ആക്കാൻ പറ്റില്ല. സ്ലോലി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോളിഫിനോൾസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പോളിഫിനോൾസ് മനുഷ്യന്റെ ശരീരത്തിന് വളരെ ഉപകാരമുള്ളതാണ്. കഫീൻ കണ്ടന്റ് ഉപദ്രവകാരിയാണ്. അപ്പോ ഈ ഉപദ്രവമുള്ളതിനെ ഒഴിവാക്കും വേണം, ഉപകാരമുള്ളതിനെ നിലനിർത്തുകയും വേണം. അതാണ് പോളിഫിനോൾസിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സിംഗ് വരുന്നത്. ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ക്ലിനിക്കൽ ട്രയൽസ് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ഗവേഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ദാറ്റ് ഈസ് ഐകോഫി എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ്. ഇതിന് ക്ലിനിക്കൽ ട്രയൽസിന്റെ റിസർച്ചുകൾ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വോളണ്ടിയേഴ്സിൽ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ടെസ്റ്റുകൾ 3 എണ്ണമാണ്. റാൻഡം ടെസ്റ്റ്, ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ്, പ്ലാസിബോ ടെസ്റ്റ്. 3 തരം ടെസ്റ്റുകൾ പാസ്സായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, ദാറ്റ് ഈസ് ഐകോഫി എന്ന് പറയുന്ന ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റഡ് പ്രോഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റുകൾക്കെല്ലാം തന്നെ ഹലാൽ സർട്ടിഫൈഡ് ആണ്, കോഷർ സർട്ടിഫൈഡ് ആണ്, ISO സർട്ടിഫൈഡ് ആണ്, GMP മാനുഫാക്ചറിംഗ്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ലഭിച്ചിട്ടുള്ള കമ്പനി കൂടിയാണ്. അതുപോലെ തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആണ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റ് ആണ്. അതായത് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉണ്ട്, അതോടൊപ്പം എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയും കൂടിയുള്ള പ്രോഡക്റ്റ് ആണ്, ദാറ്റ് ഈസ് ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇനി ഞാൻ നമ്മളുടെ ലാസ്റ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാസ്റ്റ് സ്ലൈഡിൽ പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ഒരു കോഫി ഐകോഫി ഡയബറ്റീസ് പേഷ്യൻസ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനും കഴിക്കാൻ പറ്റുമോ? സൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഡയബറ്റീസ്. എന്നാൽ കമ്പനി പറയുന്നു എല്ലാ ടൈപ്പ് ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. എത്ര കാലം ഇത് ഉപയോഗിക്കേണ്ടി വരും? ഡയബറ്റീസിന് വേണ്ടി എത്ര കാലം ഡോക്ടേഴ്സ് മരുന്ന് പറഞ്ഞോ അത്രയും കാലം ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇത് ഡയബറ്റീസിൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോർമൽ ആകുന്നവരെ നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ മെഡിസിൻ ഉപയോഗിക്കുന്ന ആളാണ്, അവർക്ക് അതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മെഡിസിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഒരു കെമിക്കൽ ആക്ഷനും അവിടെ ഉണ്ടാവില്ല, കെമിക്കൽ റിയാക്ഷനും അവിടെ ഉണ്ടാവില്ല. ദെൻ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളാണ്, അവർക്കും കോഫി കഴിക്കാൻ പറ്റും. ഷുഗർ ഒരിക്കലും കുറഞ്ഞു പോകില്ല, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന അസുഖം വരില്ല. ദെൻ നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന പവർഫുൾ പ്രൊഡക്റ്റ് ആണ്, ദാറ്റ് ഈസ് ഐകോഫി. ഐകോഫി ഉപയോഗിക്കേണ്ട വിധം ഇങ്ങനെയാണ്. 1 സാഷെ എടുത്തിട്ട് 15 ഗ്രാമിന്റെ ഒരു സാഷെ എടുത്തിട്ട് ട്വൈസ് എ ഡേ, ഒരു ദിവസം 2 സമയം, ഒരു പാക്കറ്റ് രാവിലെയും ഒരു പാക്കറ്റ് രാത്രിയും എടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ മുന്നെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. 120 ml ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ശരീരത്തിൽ നേരത്തെ ഷുഗർ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതിന് മുഴുവനായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? തിരിച്ചെടുക്കാൻ പറ്റും. കാലിൽ മുറിവുണ്ടായിട്ട് ഉണങ്ങാത്ത പ്രശ്നമുണ്ടോ? മാറ്റിയെടുക്കാൻ പറ്റും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ശരീരത്തിന്റെ ഹെഡ് ടു ടോയ്, ശിരസ് മുതൽ പാദം വരെ സ്കാൻ ചെയ്ത് ബോഡിയെ റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. 2015 മുതൽ ഇന്ന് 2025 വരെ ഐകോഫി എല്ലാവരുടെ മുമ്പിലും തലപൊക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഐകോഫി നമ്പർ 1 പ്രോഡക്റ്റ് ആണ്. ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് ധൈര്യസമേതം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഐകോഫി ഇന്ന് മുതൽക്ക് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് വലിയൊരു നേട്ടം ഉണ്ടാകട്ടെ. ഏറ്റവും കൂടുതൽ ആളുകൾ ഐകോഫി ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതം തിരിച്ചു കിട്ടിയിട്ടുള്ള സ്റ്റോറികൾ ഇന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിലൂടെയും വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി, യൂട്യൂബ് വഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് ലഭ്യമാണ്. എന്ന് ഈ ഒരു കോഫി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാലത്ത് തന്നെ നിങ്ങൾക്ക് നാളെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ തിങ്കളാഴ്ചയും കൃത്യമായിട്ട് രാത്രിയിൽ 8 മണിക്ക് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു സോ മച്ച് റസാഖ് സർ. നമുക്ക് ഐകോഫിയുടെ എങ്ങനെ ഷുഗറിനെ നോർമലിലോട്ട് കൊണ്ടുവരാം സൈഡ് എഫക്റ്റ് ഇല്ലാതെ എന്നത് നമുക്ക് ഏതൊരു സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലാണ് സാർ ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്തു തന്നത്. താങ്ക് യു സോ മച്ച് സർ.